ഹായ് ഫ്രണ്ട്സ്, എൻ്റെ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് നമുക്ക് ഏത്തപ്പഴം ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനിടയ്ക്ക് ഞാൻ 3 ഏത്തപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും കണ്ടിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഇനി നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. പിന്നെ ഞാനിത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഇതേ നമ്മുടെ ഇടിയപ്പം ഇതിന് ഉള്ള പഴം പുഴുങ്ങി നന്നായിട്ട് തണുത്തതിന് ശേഷം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ, നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ള എളുപ്പത്തിന്. പിന്നെ ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സ്പൂണിൻ്റെ ഇത് വെച്ച് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാനിത് മൊത്തം ഇതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നല്ല ക്രീമി ആയിട്ടാട്ടോ നമ്മൾ ആ ഒരു ഇതിൽ നമ്മുടെ പഴം നമ്മൾ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 1 കപ്പ് പത്തിരിപ്പൊടിയായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ഒന്നും ചേർക്കണം, നമുക്ക് കൈക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ പരുവത്തിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി 1 കപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഇച്ചിരി കൂടിപ്പോയി കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എനിക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുഴച്ച് ഇതേപോലെ നമ്മൾ ഇടിയപ്പം കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന്, ഇടിയപ്പത്തിനുള്ള മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇടിയപ്പത്തിനുള്ള അച്ചിലേക്ക് മാറ്റിയിട്ട് ഇതേപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്ക് പീച്ചിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയും നമുക്കുണ്ടാക്കാൻ നല്ല എളുപ്പവുമാണ്. കുട്ടികൾക്ക് പോലും ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണ്. മധുരം ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാം, ഒരു കറിയും വേണ്ട. അല്ലെങ്കിൽ തന്നെ ഇടിയപ്പത്തിന് സാധാരണ ഇച്ചിരി ചൂടോടുകൂടി കുറച്ച് തേങ്ങ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇതേ ഞാനൊരു തട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്കും കൂടെ എളുപ്പം ഇതെടുത്തതിന് ശേഷം നമുക്കിത് ആവി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടും സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഞാൻ ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം കേട്ടോ വെന്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല മയവുമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കുഴച്ച് എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട അധികം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും ബൈ.